പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാനായി ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 8-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം, അതിൻ്റെ 31, 32 വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 31, 32 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യക്കാർക്ക് ഒരു ഏകാഗ്രതയില്ലേ? ഇതുപോലെ തികച്ചും ഏകാഗ്രതയോടെ വേണം ഈ വചനം ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുവാൻ. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നാം സേവിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഞാനൊരു സങ്കീർത്തന വേദഭാഗം ഉദ്ധരിക്കുമ്പോൾ എന്നോടൊപ്പം സന്തോഷിക്കുന്ന ദൈവമക്കൾ അതൊന്ന് ഉദ്ധരിച്ച് പറയണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. തങ്കലിപികളിൽ കുറിക്കേണ്ട പ്രയോഗമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. കേട്ടോ, നെയ്ത്തുകാരൻ കൊട്ടമെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ, എൻ്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൻ്റെ ഭിത്തിയിൽ ഞാൻ മെനയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജന്മത്തിൻ്റെ പുറകിൽ ചലിച്ചത് നിന്റെ തേജസ്സിൻ്റെ കരമാണ്. അടുത്ത പ്രയോഗം ദൈവമക്കൾ സ്തോത്രത്തോടെ കരഘോഷത്തോടെ സ്വീകരിക്കേണ്ട പ്രയോഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഉറപ്പോടെ പറയണം, സ്തോത്രം. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പരിശുദ്ധാത്മാവിന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ആത്മനിയോഗത്തോടെ പറയുന്നു, നിന്റെ അപ്പൻ ജനിക്കുന്നതിന് മുൻപ്, നിന്റെ അമ്മ ജനിക്കുന്നതിന് മുൻപ്, നിന്റെ മാതാപിതാക്കൾ നിനക്ക് ജന്മം തരുന്നതിന് മുൻപ്, അല്ല, ആദാമിന് സർവശക്തൻ മണ്ണിൽ കൈക്രിയ കൊണ്ട് രൂപം വരയ്ക്കുന്നതിന് മുൻപ്, ഈ കാണുന്ന നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഈ കാണുന്ന അണ്ടകടാഹവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്, പുത്തനാം യെരൂശലേമിന്റെ നിത്യതയുടെ തങ്കത്തളങ്ങളിൽ സ്തോത്രത്തോടെ എത്തിച്ചേരുന്ന എന്നെ കണ്ടിട്ടാണ് എൻ്റെ ദൈവം ഇതിനെ വൃത്തം വരയ്ക്കാൻ അനുവദിച്ചതെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. ഒരു മന്ത്രപ്രയോഗത്തിനും, ഒരു ക്ഷുദ്രവാദത്തിനും, ഒരു ആഭിചാരത്തിനും, ഒരു ഏലസിനും, ഒരു തകിടിനും, ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും തകർക്കാൻ കഴിയാത്തൊരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഉറപ്പായി പറയണം, എൻ്റെ ജന്മത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. സ്തോത്രം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? റോമാലേഖനം 8-ാം അധ്യായം 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകം ഒരു പൊന്മോതിരം ആണ് എന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ രത്നം തിളങ്ങുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു വേദചിന്തകൻ പറഞ്ഞു, റോമാലേഖനം 8-ാം അധ്യായമാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. തുടക്കം എന്ന് പറയുന്നത്
ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒടുക്കം എന്ന് പറയുന്നത് ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഒരു സൃഷ്ടിക്കും ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് തുടങ്ങി വേർതിരിവില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഈ വേദഭാഗത്തിനിടയിൽ ഒരു കാര്യം കുറിച്ചിട്ട് ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഏത് സംബന്ധിച്ച്? ശ്രദ്ധിക്കണം, 31-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇത് സംബന്ധിച്ച്, വാക്യ പുസ്തകത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ചോദ്യം. ഏത് സംബന്ധിച്ച്? ഏത് സംബന്ധിച്ച്? സ്തോത്രം. ഏത് സംബന്ധിച്ച്? കമോൺ, ഒന്ന് പറഞ്ഞാട്ടെ. ഏത് സംബന്ധിച്ച്? പറയാൻ അല്പം വലിപ്പമുള്ളത് കൊണ്ട് അത് ഞാൻ തന്നെ ഉദ്ധരിക്കാം. അതിലേറ്റവും ശ്രദ്ധേയമായി, ദൈവത്തിന് സ്തോത്രം, നമുക്ക് തൊട്ട് പുറകോട്ടൊന്ന് പോകണം. എല്ലാവർക്കും സുപരിചിതമാണ് വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം ശ്രദ്ധിച്ചേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എല്ലാ തിന്മയും അതിൽ തന്നെ നന്മയല്ല. തിന്മ തന്നെയാണ്. പക്ഷെ തിന്മയ്ക്കകത്ത് നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി മീൻകറി വെക്കുന്ന സഹോദരിമാരാണല്ലോ നമ്മുടെ മുൻപിലിരിക്കുന്നത്. മീൻകറിയുടെ ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സഹോദരിമാരെന്ത് പറയും? എന്തൊക്കെ വേണം മീൻകറിക്കകത്ത്? ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, മുളക് പൊടി വേണം, ഞങ്ങളുടെ നാട്ടിൽ മല്ലിപ്പൊടി വേണം, ഇങ്ങനെ പലതും ചേർക്കണം. ഇഞ്ചി അതിൽ തന്നെ എടുത്ത് കടിച്ചാൽ ചവർപ്പാണ്. വെളുത്തുള്ളി അതിൽ തന്നെ എടുത്ത് കടിച്ചാൽ ക്ഷാരശക്തിയാണ്. കടിച്ചാൽ പിന്നെ വായിൽ വല്ലാത്ത അസ്വസ്ഥതയാണ്. ഓരോന്നും വേർതിരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും അഥവാ അതേ കരിയേപ്പലയും അതേ മുളക് പൊടിയും ഒക്കെ അതിൻ്റെതായ പല വ്യഞ്ജനങ്ങൾ ഓരോന്ന് മാറ്റിവെച്ചാൽ അതിൽ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതെല്ലാം കൂടെ കൃത്യമായ അനുപാതത്തിൽ തയ്യാറായ ഒരു മീൻകറി, കൊഴുത്ത മീൻകറി മേശപ്പുറത്തിരിക്കുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയാറില്ലേ? ഇതുപോലെ നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി ഓരോന്ന് മാറ്റിവെച്ചാൽ ഇഞ്ചി പോലെ വെളുത്തുള്ളി പോലെ ചവർപ്പാണെങ്കിലും നിത്യതയുടെ തങ്കക്കുട കെട്ടിടത്തിൽ പ്രാർത്ഥിക്കുന്ന നീ എത്തിച്ചേരുന്ന സമയം വരുമ്പോൾ അന്ന് പുറകോട്ട് നോക്കിക്കൊണ്ട് പറയും, ആ തിന്മയുടെ പുറകിൽ ഒരു നന്മയുടെ കരം ചലിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളുടെ ചിലരോട് ആത്മനിയോഗത്തോടെ പറയുന്നു, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, ഇയ്യോബിന്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, മൊർദെഖായിയുടെ പ്രതിസന്ധിയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഈ രാത്രിയിൽ ഈ യോഗത്തിനകത്ത് നിന്റെ തലയിൽ കൈവച്ച് ആത്മനിയോഗത്തോടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരായിരിക്കും നിത്യതയിൽ നിന്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരായിരിക്കും നിത്യതയിൽ നിന്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി അനുഭവിച്ച അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കളെക്കാൾ സഹിക്കുന്ന മുള്ളുകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഏത് സംബന്ധിച്ച്? ഇനിയുമാണ് ആ ഭാഗം ശ്രദ്ധിക്കേണ്ടത്. സ്തോത്രം. ഇത് സംബന്ധിച്ച് അവൻ മുന്നറിഞ്ഞവരെ, ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ 5 വിരലൊന്ന് ഉയർത്തിപ്പിടിച്ച് 5 വിരൽ, ഈ 5 വിരലിൽ ഞാൻ ഈ പറയുന്ന പദങ്ങൾ കുറിച്ച് മനസ്സിൽ ഓർമ്മയിൽ ഉറപ്പിച്ച് നിർത്തണം. അത്ര ശക്തമാണ് ഈ വചനം. ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറിയ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. ഈ പണ്ട് കരപ്പൻ വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് കഷായം കുടിച്ചിട്ടുള്ളവർ ഇവിടെ ഇരിപ്പില്ലേ?
ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ കരപ്പനുണ്ടായിരുന്നു. എൻ്റെ അമ്മ നനകല്ലേലോട്ട് കയറ്റി നിർത്തി കൊടിത്തണ്ട് പറിക്കാൻ പോകുന്ന ഒരു നടപടിക്രമമുണ്ട്. ആ സമയത്ത് മനസ്സിലാകും അടുത്തത് വരാൻ പോകുന്നത് എന്താന്ന്. സ്തോത്രം. സർവ്വലോകവും കാണും. അത്ര ഒരു പിടിപ്പീരാവത്തിൽ. സ്തോത്രം. അവസാനം ആയുർവേദ രീതിയിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കടുങ്കാപ്പിക്കകത്ത് ഈ കടുങ്കാപ്പിയുടെ കട്ടൻ ചായയുടെയൊക്കെ കളറിലുള്ള ആ കഷായം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പൻ 2 കൈയും കൂട്ടിപ്പിടിച്ച് നിർത്തി വായിലോട്ടൊന്ന് തരുമ്പം വല്ലാത്ത അസ്വസ്ഥതയാ. എന്തിനായി ഭഗീരഥ പ്രയത്നം? ഇവിത്തെ 2 തുടം അകത്ത് കയറിയാൽ കരപ്പൻ മാറുമെന്ന് ഉറപ്പാ. ഇന്ന് രാത്രി ഇവിത്തേൽ 1 തുടം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ ആത്മീയതയുടെ കരപ്പൻ മാറുമെന്ന് ഉറപ്പാ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ താവളങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഹേ പിശാചേ, എന്നെ തകർക്കാൻ നിന്റെ കൈകളിൽ വിട്ടുകൊടുക്കാത്ത ഒരു കരം എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തിന്മയാണെങ്കിലും അതെൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയാക്കി മാറ്റും. സ്തോത്രം. ഞാനിന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, 5 കാര്യങ്ങൾ. 1, അവൻ മുന്നറിഞ്ഞവരെ. ഇന്ന് രാത്രി ആ ഒരു വിരൽ ഉയർത്തിക്കൊണ്ട് പറയണം, എന്നെ പാട്ടത്തിനെടുത്തതല്ല, എന്നെ ചിട്ടിക്ക് പിടിച്ചതല്ല, എന്നെ വാടകയ്ക്കെടുത്തതല്ല, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവപൈതലേ, കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളം പൊങ്ങിയപ്പോൾ വഴിവക്കിൽ വേരൂന്നി വളർന്ന കാട്ടുവൃക്ഷമല്ല നീ. ഒരു ഉടമസ്ഥൻ നിന്നെ തവാരണയിൽ നിന്ന് പൊക്കിയെടുത്ത് തൻ്റെ നിർണായക തറയിൽ നട്ടുവളർത്തിയെങ്കിൽ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ മുന്നറിയപ്പെട്ട ദൈവപൈതലാണ്. മുന്നറിഞ്ഞവരെ. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയെ കരമൊന്ന് ഉയർത്തി പറയാമോ, ഞാൻ മുൻ നിയമിക്കപ്പെട്ട ദൈവപൈതലാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചു, ഞാൻ വിളിക്കപ്പെട്ട ദൈവപൈതലാണ്. വിളിച്ചവരെ നീതീകരിച്ചു, ഞാൻ നീതീകരിക്കപ്പെട്ട ദൈവപൈതലാണ്. നീതീകരിച്ചവരെ തേജസ്കരിക്കും, ഞാൻ തേജസ്കരിക്കപ്പെടാൻ പോകുന്ന ദൈവപൈതലാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ മുന്നറിയപ്പെട്ടവൻ, ഞാൻ വിളിക്കപ്പെട്ടവൻ, ഞാൻ നീതീകരിക്കപ്പെട്ടവൻ, ഞാൻ തേജസ്കരിക്കപ്പെടാൻ പോകുന്നവൻ. അങ്ങനെയാണെങ്കിൽ മുന്നറിവ്, ശ്രദ്ധിക്കേ, മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഒന്നുകൂടെ പറയാം, മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിലോട്ട് ഇതൊന്ന് അകത്ത് കയറണം. ദൈവത്തിന് സ്തോത്രം. ഒരു മന്ത്രവാദിക്കും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ശാപത്തിൻ്റെ കെട്ടുകൾക്കും ഒരു പാരമ്പര്യ ബന്ധനത്തിനും തകർക്കാൻ കഴിയാത്ത ഒരു ദിവ്യ പദ്ധതി എൻ്റെ ജീവൻ്റെ മേൽ കിടക്കുകയാണ്. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ ദൂത ആരാധനയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഉയരുന്ന നെടുവീർപ്പുകളുടെ ആഴം കർത്താവ് കാണുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു മഹത്തായ പദ്ധതി എൻ്റെ ദൈവം നിന്നെക്കുറിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് തകർക്കാൻ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് കഴിയുകയില്ല. 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. എങ്കിലും ഒരു വസ്തുത പറയാം. മുന്നറിവ് എവിടെ തുടങ്ങി? അവസാനത്തേത് എന്താ? തേജസ്കരണം. അതെവിടെ തീരും? ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒന്ന് പറയാമോ? മുന്നറിവ് എവിടെ തുടങ്ങി? തേജസ്കരണം എവിടെ തീരും? എവിടെ മുന്നറിവ് തുടങ്ങി? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിനു മുൻപേ. അങ്ങനെയാണെങ്കിൽ എവിടെ തുടങ്ങി മുന്നറിവ്? ലോകസ്ഥാപനത്തിന് മുൻപ്.
ഈ ആഴിയും ഊഴിയും തരിയും താരങ്ങളും നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ആഴിയുടെ അടിത്തല മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ കണ്ണഞ്ചി കത്തി നിൽക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഉണ്ടാകട്ടെ എന്ന കൽപ്പനയാൽ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് ആ പുരാതനകാല നിത്യതയിൽ തൃത്വം മാത്രം തന്നിൽ സമ്പൂർണതയിൽ വിരാജിച്ചിരിക്കുമ്പോൾ തൻ്റെ പുത്രന്റെ രക്തത്താൽ ഈ സാധുവായ എന്നെ നിത്യതയിൽ നിർത്തേണ്ടതിന് എൻ്റെ ദൈവം മുന്നറിഞ്ഞിട്ടാണ് ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞ ദൈവമൈതലാണ്. ഓ, രക്തത്താൽ ജയം. ഈ സ്തോത്രം പോരാ കേട്ടോ, ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവിൻ്റെ രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളിൽ ചില പ്രിയപ്പെട്ടവർ പറയുന്നു, ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും നിത്യതയുടെ തങ്കത്തിളക്കത്തിൽ നിന്നെ അവിടെ നിർത്തേണ്ടതിന് ഈ ശോധനയ്ക്കകത്തൂടെ കടത്തിവിടുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടോ? നിന്നെക്കുറിച്ചുള്ള പദ്ധതി തകർക്കാൻ ശക്തികൾക്ക് കഴിയുകയില്ലെങ്കിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം പുരാതനകാല നിത്യതയിൽ എന്നെ മുന്നറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മഹാകവി KV സൈമൺ സാർ എഴുതിയ വേദവിഹാരം എന്നൊരു മഹാകാവ്യമുണ്ട്. അതിനകത്ത് ദൈവത്തിൻ്റെ അനാദി ആരംഭത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിൻ അറുതിയില്ലാതുള്ള യുഗം മുൻപും ഉയിതരൂപനായി വിമലാഭനായി നിന്ന മഹാ നീലനീരഥിയ ഞാൻ ആദരാൽ വന്നിക്കുന്നേ എന്ന് പറഞ്ഞാൽ, കാലം എന്നൊന്നുണ്ടാകുന്നതിന് മുൻപ്, സ്തോത്രം, മണിക്കൂറുകൾ തിരിയുന്നതിന് മുൻപ് കാലാതീതനായി ത്രികാലങ്ങൾ കൺമുൻപിലിരിക്കുന്ന മഹാദൈവത്തിൻ്റെ മഹാതൃത്വത്തിൻ്റെ പൂർണ്ണതയിൽ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപേ സാധുവായി എന്നെ നിത്യതയ്ക്കായി മുൻകണ്ടെന്നാണ് വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ വായിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി എഴുന്നേറ്റു നിന്ന് നൃത്തം ചെയ്യാൻ എൻ്റെ അകം തിളയ്ക്കുകയാണ്. വീണ്ടെടുപ്പ് പ്രാപിച്ച എന്നെ പുരാതനകാല നിത്യതയിൽ എൻ്റെ ദൈവം മുൻനിർണയിച്ചു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇനിയും തേജസ്കരണം എന്നാ തീരാൻ പോകുന്നതെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ 10 ചാക്കാരി തിന്ന് തീർക്കാൻ ഇവിടെ ജീവിക്കുന്നവരല്ല. ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ കണ്ണൊന്നടഞ്ഞു പോയാൽ പാട്ട പോലെ പൊളിഞ്ഞ് അടുത്ത മോർച്ചറിയിൽ കിടത്തുന്ന, മൂക്കിൽ പഞ്ഞി തിരികെ കിടത്തുന്ന ഒരു പാട്ടവണ്ടി വാങ്ങിക്കാനുള്ള കൃപയല്ല നമ്മുടെ മേൽ ആത്യന്തികമായി വ്യാപരിക്കുന്നത്. ഒന്ന് ഇരുത്തി കുലുങ്ങിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമെന്റ് കൂനയ്ക്ക് വേണ്ടിയല്ല എൻ്റെ ദൈവം നിന്നെ മുന്നറിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം, ഇന്ന് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് സത്യമാണെങ്കിൽ 9200 അടി പൊക്കമുള്ള മഞ്ഞ് പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിൻ്റെ മുകളിൽ സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും പച്ചക്കണ്ണുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ മോശയും ഏലിയാവും കൺമുൻപിൽ വെളിപ്പെട്ടത് സത്യമാണെങ്കിൽ, അടുത്ത സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം യേശുവിൻ്റെ തേജസ്സിൻ്റെ പ്രഭ ധരിച്ച് തൻ്റെ തത്തുല്യ പ്രഭയിൽ നിത്യതയിലെത്താൻ ദൈവം മുൻകണ്ട ദൈവമൈതല നീയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, മണ്ണിനേക്കാൾ വിണ്ണാണ് വലുത് നിത്യതയുടെ ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം നിത്യതയുടെ ഭാവി പ്രതീക്ഷകളെ ആത്മക്കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടാൽ സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. നിത്യതയിൽ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഊഹിച്ചിട്ടുണ്ടോ? 33.5 തിരുവയസ്സിൽ കല്ലറയെ ഭേദിച്ചുയർത്ത യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രഭ ധരിച്ച് നിത്യതയുടെ തങ്കത്തെരുവീഥിയിൽ ഞാനും പ്രിയ സുരേഷ് ബാബു ബ്രദറുമൊക്കെ കൈകോർത്തുലാവുന്ന രംഗം, 10,000ങ്ങളിൽ പരമസുന്ദരനായ എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയിൽ ഞാൻ നൃത്തം ചവിട്ടുമ്പോൾ 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കിയ തങ്കക്കുട കെട്ടിടത്തിൻ്റെ തങ്കനിലാവിൽ ഞങ്ങൾ ഉലാവുന്ന രംഗം നിത്യതയിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, അതിനായിട്ടാണ് എൻ്റെ ദൈവം എന്നെ കണ്ടതെങ്കിൽ ആ പുരാതനകാല നിത്യത മുതൽ ആ ഭാവികാല നിത്യത വരെ പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് നിന്നെ കുറിച്ച് ദൈവം കരുതി വച്ചിരിക്കുന്നത്.
ഒന്ന് സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ അകം തിളയ്ക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഒന്ന് സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ അകം തിളയ്ക്കുന്നുണ്ട്? ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ പറയാം, പിന്നെ നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയില്ലേ, ആ കഷ്ടത സ്തോത്രം അവിടെ എത്തിക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവം നിനക്ക് അനുവദിച്ചിരിക്കുന്ന ട്രെയിനിങ് പീരീഡ് ആണെന്നും ദൈവത്തിന് സ്തോത്രം ആത്മാവിൽ പറയണം. എൻ്റെ അപ്പച്ചൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ജീവൻ്റെ പുറകിൽ ആ കരം ഉയർന്നു നിൽക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഈ ശോധനയ്ക്ക് പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഒരു ബൈബിൾ കോളേജാണ് രംഗം. അവിടെ റോമാലേഖനം 8-ാം അധ്യായം വേദശാസ്ത്രജ്ഞനായ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുൻപിലിരിക്കുന്നൊരു വേദവിദ്യാർത്ഥി ചോദിച്ചു, സാർ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആന്നു, സകലതും നന്മയ്ക്കാ. സകലതും എന്ന് പറഞ്ഞാൽ അതിനടിയിൽ എന്തൊക്കെയുണ്ട്? സകലതും എന്ന് പറഞ്ഞാൽ അതിനടിയിൽ എന്തൊക്കെയുണ്ട്? ദൈവത്തിന് സ്തോത്രം പറയാൻ എളുപ്പമാണ്. സ്തോത്രം സകലതും. ദൈവം അടുത്ത വാക്ക് ചോദിച്ചു, അപ്പോൾ ആക്സിഡൻറ്റും ക്യാൻസറും സാമ്പത്തിക പ്രതിസന്ധിയും അസാധാരണ ചതിവുകളും എല്ലാം നന്മയ്ക്കാണോ സാറേ? അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. കുഞ്ഞേ, ഈ തീരത്ത് നിന്ന് നോക്കുമ്പോൾ തിന്മയാണെന്ന് തോന്നിയാലും ഒരു ദിവസം നീ നിത്യതയുടെ തീരമണയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നീ പറയും, ആ തിന്മയുടെ പുറകിൽ നീ അറിയാത്ത ഒരു നന്മ എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നീ തീരത്ത് നിന്ന് 2024 ഏപ്രിൽ മാസത്തിൽ നോക്കുമ്പോൾ ഇത് നിനക്ക് തിന്മയായി തോന്നിയാലും ഒരു ദിവസം നിത്യതയുടെ തങ്കത്തെരുവീഥിയിൽ നീ എത്തിക്കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും, ആ തിന്മയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചിരുന്നുവെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, നിത്യതയാണ് എനിക്ക് വലുതെങ്കിൽ എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ദിവ്യ നിർണയത്തിൽ മറച്ചു വച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവദാസൻ അന്ന് വൈകിട്ട് ബൈബിൾ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് തൻ്റെ ഭാര്യയുമായി കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് തൻ്റെ ഭാര്യ തൽക്ഷണം മരിച്ചു. റിബ്സുകൾ ഒടിഞ്ഞു ഹോസ്പിറ്റലിലെത്തിയ അദ്ദേഹത്തെ അവസാനമായി സുബോധം വന്നപ്പോൾ വേദവിദ്യാർത്ഥികളെ നേരിട്ടൊന്ന് കാണണം, അന്ത്യമായി എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേദവിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. വേദവിദ്യാർത്ഥികൾ ICU യൂണിറ്റിൽ അകത്ത് കയറിയപ്പോൾ ക്ലാസ് ലീഡറിൻ്റെ ചെവി തൻ്റെ ചുണ്ടോട് അടുപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ട് അവസാനമായി അഭ്രത്യൻ പറഞ്ഞ വാക്കിങ്ങനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇനി നമുക്ക് നിത്യത വെച്ച് കാണാം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ആത്മാവ് പറയുന്നു, മനുഷ്യന് വിശദീകരിക്കാൻ കഴിയാത്ത അസഹനീയ വേദനയിലൂടെ നീ കടന്നു പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി പറയണം, പൈശാചിക താവളത്തിന് തകർക്കാൻ കഴിയാത്തൊരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ ജീവൻ്റെ പുറകിൽ മറച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ഉറപ്പോടെ പാടും, സകലതും നന്മയ്ക്കായി. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാനൊരിക്കൽ ഇംഗ്ലണ്ടിൽ ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ദൈവദാസൻ്റെ വീട് കാണിച്ച് വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരുന്നൊരു സ്നേഹിതൻ ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവത്തെ ഓർപ്പിച്ചു. അദ്ദേഹം ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ മോഡലിലുള്ള തയ്ച്ച ഒരു ഷൂസ്, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ, കുതിരപ്പുറത്ത് താൻ ഇരിക്കുമ്പോൾ വായിക്കാൻ ഉപയോഗിക്കുന്ന പീഠം, ഇതൊക്കെ കാണിച്ചു. അപ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞു. അന്ന് ഒരു ശക്തമായ മഞ്ഞുപാതമുള്ള സമയം, യോഗ സമയത്ത് അദ്ദേഹം ഓടിപ്പോവുകയാണ്. പക്ഷേ വെയിലത്ത് സോക്സ് ഉണക്കാനിട്ടപ്പോൾ കൊട്ടിക്കൊടയാൻ മറന്നുപോയതിനാൽ ഉറുമ്പ് അതിനകത്ത് സ്ഥാനം പിടിച്ചു. ക്രമേണ സോക്സ് കയറ്റിയിട്ട് കുതിരപ്പുറത്ത് കടിഞ്ഞാൻ പിടിച്ച് കമന്ന് കിടന്ന് കുതിരയെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഉറുമ്പുകടി സോക്സിനകത്ത് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് കുനിഞ്ഞു കിടന്ന് വിരൽ രണ്ടും സോക്സിന് ഇടയിലോട്ട് ഇറക്കി
ഈ ഉറുമ്പിനെ ഞെരടി ആ യോഗത്തിന് പോയത്. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുമ്പോഴും വല്ലാത്ത ഉറുമ്പുകടി ഉള്ളിൽ അനുഭവിക്കുന്നെങ്കിലും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്തിനേറെ യോഗത്തിൽ പ്രസംഗം കഴിഞ്ഞപ്പോൾ കാട്ടുകള്ളനും സംഘവും രക്ഷിക്കപ്പെട്ടു. അന്നത്തെ പതിവനുസരിച്ച് സാക്ഷ്യത്തിന് അവസരം കൊടുത്തപ്പോൾ ചോദിച്ചു രക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം. അപ്പോൾ ഈ കള്ളൻ ഗ്രൂപ്പ്, ഈ ഗുണ്ടാ ഗ്രൂപ്പ് പറഞ്ഞത്, ഇയാളുടെ പ്രസംഗം കേട്ടെന്ന് പോലെ ഞാൻ രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. കഴിഞ്ഞ രാത്രി ഇയാളെ കൊല്ലാൻ കാനനപ്പാതയിൽ, കാട്ടുപാതയിൽ കമ്പി വലിച്ചു കെട്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ കമ്പിയോട് ഇയാളുടെ തലയടുക്കാൻ വന്നപ്പോൾ ഇയാൾ കുനിഞ്ഞു. സ്തോത്രം. അവിടുന്ന് ഞങ്ങൾ കമ്പി അഴിച്ചു മറ്റൊരു ഇടപ്പാതയിൽ കൊണ്ട കെട്ടി. അവിടെയും കമ്പിയോട് തലയടുക്കാറായപ്പോൾ ഇയാൾ കുനിഞ്ഞു. സ്തോത്രം. 2-3 വട്ടം ആവർത്തിച്ചപ്പോൾ ഇയാൾ കുനിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കമ്പിയോട് മരണകരമായി തലയടുക്കാൻ വരുമ്പോൾ കുനിയിക്കുന്നൊരു ശക്തി ഇയാളകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ആ ദൈവദാസനോട് ചോദിക്കണം, ഉറുമ്പിനെ ഞെരിടാൻ കുനിഞ്ഞതാ. മനസ്സിലായോ? ഉറുമ്പിനെ ഞെരിടാൻ കുനിഞ്ഞതാ. ഇന്ന് രാത്രി നീ സഹിക്കുന്ന ചില വേദനകളില്ലേ, ഇതുപോലെ നിത്യതയുടെ തീരമണയുമ്പോൾ നിനക്ക് മനസ്സിലാകും, അസാധാരണമായൊരു കരമാണ് എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരുന്നത്. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി ഈ ഓഡിറ്റോറിയം മുഴുവൻ ദൈവത്തിൻ്റെ തേജസ് നിഴൽ മൂടി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, നീ സഹിക്കുന്ന ശോധന അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്നു. കാരണം എൻ്റെ ദൈവത്തിൻ്റെ അനാദി നിർണയം. ശ്രദ്ധിക്കണേ. അപ്പോ അനാദി നിർണയം എന്നുള്ളത് ദൈവത്തിനുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി എൻ്റെ ജീവിതത്തിൽ പ്രത്യേകം തീരുമാനമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോ ഭാരതീയ വിധി എന്ന് പറയുന്ന ആശയം ശരിയാണോ? യൂദ കെട്ടിഞ്ഞാന്ന് ചാകാൻ ദൈവം പ്ലാൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ യൂദയെ ന്യായം വിധിക്കാൻ ദൈവത്തിന് കഴിയുമോ? ഒരു കൊച്ചു ചിത്രീകരണം പറയാം. അന്ത്യവിധി നടക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അന്ത്യവിധി നടക്കുന്നു. മഹാദൈവം സിംഹാസനത്തിൽ തേജസ്വിയായി വെളിപ്പെട്ടിരിക്കുന്നു. കെരൂബുകളും സറാഫുകളും ദൂതന്മാരും മൂപ്പന്മാരുടെ സംഘവും മുഴുവൻ സ്വർഗത്തിൽ ചുറ്റിച്ചുഴന്നു നിൽക്കുന്നു. മനുഷ്യ സമുദായത്തിൽ ജനിച്ചു ജീവിച്ചു മരിച്ചു മൺമറഞ്ഞ സകലരെയും വിളിച്ചു വരുത്തി അന്തിമ വിധി നടക്കുകയാണ്. അഗ്നിപ്പൊയ്കയിലേക്ക് ആത്മാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ഓരോരുത്തരുടെയും വിസ്താരം നടക്കുമ്പോൾ നാടൻ ഭാഷയിൽ ഫുലാൻ ദേവി, അറിയത്തില്ലേ? ഫുലാൻ ദേവി കയറി വരിക. ദൈവത്തിൻ്റെ ചോദ്യം ഉദാഹരണമാണ്. ഫുലാൻ ദേവി കുലപാതകി, രക്തച്ചൊരിച്ചിൽ നടത്തിയവൾ, ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി, നിന്റെ അവകാശം അഗ്നിനരകം തന്നെ, പോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൽപ്പിച്ച് വിടാൻ തുടങ്ങുന്നിരിക്കട്ടെ. അപ്പോൾ ഫൂലാൻ ദേവി തിരിഞ്ഞു നിന്നൊരു ചോദ്യം, ദൈവമേ പൊക്കോളാം. എന്നാൽ ഒരു ചോദ്യത്തിന് തിരുമനസ്സാകണം, ഉത്തരം തരണം. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുൻപ് ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിക്കണം എന്ന് പ്ലാൻ ചെയ്യുകയും ചെറുപ്പത്തിൽ നിഷ്കളങ്കയായി എന്നെ ക്രൂരമായി ഉപദ്രവിക്കത്തക്ക വിധം സംഭവിക്കുന്ന സംഭവം അനുവദിക്കപ്പെടുകയും ചോരയ്ക്ക് ചോര കൊണ്ട് പക തീർക്കാൻ കയ്യിൽ ആയുധമെടുത്ത് ചമ്പൽക്കാടിനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയാകുകയും ഒടുവിൽ സമാധാനമായി ജീവിക്കണമെന്ന് കൊതിയോടുകൂടെ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു വാഹനത്തിൽ കയറുന്ന സമയം വെടിയേറ്റ് വീഴണമെന്ന് എൻ്റെ തലയിൽ വരച്ചു വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് എൻ്റെ ഈ അഗ്നി നരകത്തിന് ഉത്തരവാദി. ഈ വിധി നീതിയുള്ള വിധിയല്ല എന്ന് ദൈവസന്നിധിയിൽ ഫൂലാൻ ദേവി പറഞ്ഞാൽ ശരിയല്ലേ? അപ്പൊ ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന തത്വം ഭാരതീയ വിധിയുമായി ചേർത്ത് ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെയാണ് ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതി ദൈവത്തിൻ്റെ ആപേക്ഷികതയിൽ ഗ്രഹിക്കേണ്ടത്. ഞാൻ പറയാം. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബു എനിക്കൊരു ടൈം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ 9 മണി എന്ന ടൈമിന് മുൻപ് നിർത്താനും നിർത്താതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 8:20. ഈ സമയം ഞാൻ പ്രസംഗം നിർത്താൻ ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് നിർത്താം. തുടരണോ? എനിക്ക് തുടരാം. പക്ഷേ ഞാൻ എപ്പോൾ നിർത്തും, ഞാൻ എപ്പോൾ തുടരും എന്ന് എൻ്റെ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. അപ്പോൾ യൂദ ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം തീരുമാനിച്ചതല്ല.
യൂദ ഒറ്റിക്കൊടുക്കും എന്ന് ദൈവം തന്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നത് കേൾക്കുക. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുറകിൽ നിന്ന് ദൈവത്തിന്റെ പരമജ്ഞാനത്തിൽ എൻ്റെ ചലനങ്ങൾ സ്വർഗം നേരത്തെ അറിയുന്നു. അങ്ങനെയെങ്കിൽ തൻ്റെ പുത്രൻ്റെ മണവാട്ടിയാകാൻ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ എന്നെ കഴുകി നിത്യതയിൽ എത്തത്തക്ക വിധം ഞാൻ ക്രൂശിനെ ആലിംഗനം ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചു പറയണം, എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടി എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, ഏത് ഭക്തനും ഇതിനകത്ത് ശോധനയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിത്യതയുടെ തങ്കത്തെരുവീഥിയിൽ സ്വർഗത്തിൻ്റെ വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ചു മനുഷ്യകുലത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? മനസ്സിലായില്ലേ? പ്രയോഗം ഒന്നും വിശദീകരിക്കാതെ പറയാം. ആദ്യം സ്വർഗത്തിലെത്തിയ വിശുദ്ധന്റെ പേര് പറയാമോ? സ്തോത്രം. ആരാ? ഹബേൽ. കട്ടിലേക്ക് കയറി കിടന്നാണോ ചത്തേ? വായുഗുളിയെ ഉരച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സ്വന്തം സഹോദരൻ്റെ അടിയേറ്റ് നിലത്ത് വീണ് സ്വന്തം രക്തം കൊണ്ട് തൻ്റെ സ്വന്തം സാക്ഷ്യ മുദ്ര വെച്ച് നിത്യതയിലേക്ക് ദേഹരഹിതനായി പറന്നു കയറുമ്പോൾ സ്വർഗത്തിൻ്റെ വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് സ്വർഗത്തിലെ ദൂതഗണങ്ങൾ അവന് ഹാരമർപ്പിക്കുന്ന രംഗം ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഇനി ഒരു ദിവസം വരുന്നു, കോടിക്കണക്കിന് വിശുദ്ധന്മാർ നിത്യതയുടെ തങ്കത്തെരുവീഥിയിൽ കയ്യിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് രാപ്പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ചോദ്യമുയരുന്നു, ഇവർ എവിടെ നിന്ന് വന്നവർ? മറുപടി, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അങ്ങനാണെങ്കിൽ ഭക്തിയുടെ മാർഗത്തിലൂടെ ചലിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ഏത് സമയത്തും മറ്റുള്ളവർക്കറിയാത്ത ചില കണ്ണുനീരിൻ്റെ കഥകൾ നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചിട്ടുണ്ട്. അത് നിന്റെ തിന്മയ്ക്കല്ല, ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്ക് തന്നെ. ഞാൻ ചോദിക്കുന്നു, ഏറ്റവും പഴയ നിയമ വിശുദ്ധന്മാരിൽ വെച്ച് ഭാഗ്യവാൻ, ദൈവത്താൽ ആദരിക്കപ്പെട്ടവൻ ദാവീദായിരുന്നു, ശലോമോനായിരുന്നു? ഒന്ന് പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞു, നിങ്ങളുടെ അകത്തോടൊന്ന് കയറട്ടെ. ദാവീദ്. ഏറ്റവും സാമ്പത്തിക വിഷയത്തിൽ സംതൃപ്തൻ ദാവീദായിരുന്നു, ശലോമോനായിരുന്നു? നമുക്ക് മാതൃകയാക്കാൻ കഴിയത്തക്ക വിധം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെ പിന്തുടരണമെന്ന് ചോദിച്ചാൽ, നിത്യതയോടുള്ള ബന്ധത്തിൽ കഷ്ടതയാണോ നല്ലത്, സമൃദ്ധിയാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഞാൻ പറയാം, നിനക്ക് ദൈവം സമൃദ്ധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആവോളം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ സമൃദ്ധിയുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ കണികളിൽ പെടാതെ നിത്യതയെ പിടിച്ചുകൊള്ളാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന വിളിച്ചു പറയുന്നു. നിന്റെ കഷ്ടതയുടെ പുറകിൽ നീ അറിയാത്തവർ കരം ചലിക്കുന്നു. ഏത് വിശുദ്ധനും ആ പാതയാണുള്ളത്. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാവരും ശബ്ദം ഉയർത്തി ഒന്ന് പാടണം. ദൈവത്തിന് സ്തോത്രം. ഇമ്പമുള്ള ജീവിതമോ ഏറെ മാനം. ശബ്ദം ഉയർത്തി. ഇമ്പമുള്ള ജീവിതമോ ഏറെ എന്തു നീ കൽപ്പിച്ചിടുന്നു. ഓരോ പാട്ടിൻ്റെ ആ ചരണങ്ങൾ, ഇമ്പമുള്ള ജീവിതമോ ഏറെ ധനമാനങ്ങളോ ചോദിക്കുന്നില്ലേ അടിയാർ. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹിതം പോലെ എന്നെ നേരു നിരപ്പാം വഴിയോ നീണ്ട നടയോ കുറുതോ. സ്തോത്രം. എന്തു നീ കൽപ്പിച്ചിടിലും എല്ലാം എനിക്ക് ആശീർവാദം. കണ്ടോ ആ പ്രയോഗം കണ്ടോ? നേരു നീര പാം വഴിയോ നീണ്ട ശബ്ദമുയർത്തി. നേരു നീര പാം വഴിയോ നീണ്ട നാട് യോ. അടുത്ത പ്രയോഗം. പാരം ഓടുന്നതോ പാരീതിയിലും ഭാഗ്യം.
ഒറ്റ ചോദ്യം, ഇതെപ്പ പാടിയതാ? സ്വന്തം ഏക മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്നുകൊണ്ട് മോശവത്സലം ഇത് പാടുമ്പോൾ കണ്ണുനീരിൽ കുതിർന്നാണ് ഈ പാട്ട് പാടുന്നതെങ്കിൽ നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരമുയർന്നു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വേദപുസ്തകത്തിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്താൻ തുടങ്ങുകയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ ഉറപ്പിച്ചിട്ടേ കടത്തിവിടുകയുള്ളൂ. ഈ രാത്രി വെറുതെ നീ ഇവിടുന്ന് കടന്നു പോകില്ല. പരിശുദ്ധാത്മാവ് നിനക്ക് പുതിയ കരുത്തു പകരും. നിന്റെ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രത്തിലൂടെ നിങ്ങളൊന്ന് പെട്ടെന്ന് പോകണം. എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ശ്രദ്ധിച്ച് കേൾക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ അസാധാരണ ആളത്വത്തിൽ ദൈവ തേജസ് പ്രദർശിപ്പിക്കപ്പെട്ട ഏക വ്യക്തി മോശയാണ്. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം മേഘം, അന്ധതമസ്, കൂരിരട്ടു, വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് പറയത്തക്ക വിധത്തിൽ പർവ്വതം കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങി വന്നപ്പോൾ ആ തീക്കകത്തോട്ട് കയറി ചെന്നിട്ട് ചില മിനിറ്റുകൾ അല്ല, മണിക്കൂറുകൾ അല്ല, 40 പകലും 40 രാത്രിയും ആ തീക്കകത്തിരുന്നതിന് ശേഷം മഹാദൈവത്തിൻ്റെ ഉജ്ജ്വല തേജസ്സിൻ്റെ ദിവ്യ പ്രതിഭാസം സ്വന്തം ത്വക്കിലേക്ക് സ്വീകരിച്ച് ആ ത്വക്കിൽ പ്രകാശിക്കുന്ന ദൈവ തേജസ്സുമായി ഇറങ്ങി വന്ന് ജനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, മോശേ നിന്റെ ത്വക്ക് പ്രകാശിക്കുന്നു, മൂടുപടമിടുക എന്ന് പറയത്തക്ക വിധം മഹാദൈവത്തിന്റെ തേജസ്സിനെ സ്വന്തം ത്വക്കിൽ പ്രകാശിപ്പിച്ച ഒരു മനുഷ്യനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മോശ മാത്രമാണ്. 40 ലക്ഷം വരുന്ന ജനത്തിന് 40 വർഷം ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്റർ. സ്തോത്രം. 40 ലക്ഷത്തെ കൊണ്ട് നടന്ന് 4 എണ്ണത്തെ കൊണ്ട് നടക്കാൻ 10 പിന്മാറ്റക്കാരുള്ള സഭയാണെങ്കിൽ ചോദിക്കണം. ബിപിയും പ്രഷറും ഒക്കെ നേരത്തെ വന്ന്, ഷുഗറും ഒക്കെ നേരത്തെ വന്ന് സ്തോത്രം കടന്നു പോവുക പതിവ് പലയിടത്തും കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിന് നടുവിൽ 40 കൊല്ലത്തെ പോരാട്ടങ്ങൾക്ക് നടുവിൽ താൻ അനുഭവിച്ച സാധാരണ വേദനയല്ല കേട്ടോ. ഞാൻ ഓർക്കുകയാണ്, 1.5 മൈൽ ആഴമുള്ള ഇരമ്പുന്ന ചെങ്കടലിൻ്റെ കരയിൽ ഒരു കാട്ടുവടി പിടിച്ചോണ്ട് നിൽക്കുന്ന സമയം സ്വർഗത്തിൻ്റെ കൊടുങ്കാറ്റ് ബ്ലേഡ് പോലെ പാഞ്ഞിറങ്ങി 40 ലക്ഷം വരുന്ന ജനം പ്രഭാതയാമത്തിന് മുൻപ് അക്കരെ കടക്കാൻ നാഷണൽ ഹൈവേ എൻ്റെ ദൈവം ഇതിനകത്ത് വെട്ടിത്തുറന്നെങ്കിൽ ഈ കരം സാധാരണ കരമല്ല, അസാധാരണ കരം തന്നെയാണ്. കോരഹ്, നാദാം, അബീരാം, ഓൻ എന്ന സംഘ നേതൃത്വങ്ങൾ തനിക്കെതിരെ മത്സരിച്ചപ്പോൾ ദൈവശബ്ദത്തിന് മുൻപിൽ ഭൂമി വായ് പിളരത്തക്ക വിധം ദൈവശക്തി വ്യാപരിച്ചതെങ്കിൽ അത് അസാധാരണ ശക്തി തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദിവസം പർവ്വതത്തിന് മുകളിലോട്ട് കയറി ചെന്നിട്ട് അവിടെ കവിണ് വീണതിന് ശേഷം കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്, എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ര വലിയ വിശുദ്ധൻ ഇത്ര വലിയ മാനസിക തകർച്ചയിലൂടെ പോയെങ്കിൽ കൃമിയും കീടവുമായ നിനക്ക് ഇതിനേക്കാൾ വലുത് അനുഭവിക്കേണ്ടി വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ പകരാൻ ആ ശക്തിയുടെ ദിവ്യാഭിഷേകം നിന്റെ ശിരസിന്മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ഇത് നിന്റെ തകർച്ചയ്ക്കല്ല, ഇത് നിന്നെ കരുത്തരാക്കുകയാണ്. ഇതുവരെ പകരപ്പെടാത്ത ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. കാരണം നിന്റെ അഭിഷേകം അത്ര വലുതാണ്. അതുകൊണ്ട് നിന്റെ പോരാട്ടം അത്ര തീവ്രമായിരിക്കുന്നു. ഹബ്ദൽ കടകനാധികജകൾ കടകനാധികനയാരകൾ കടകരൗദരാധികനയാരക. പരിശുദ്ധാത്മാവി രാത്രി ഇതിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ആത്മനിയോഗത്തോടെ പറയുന്നു, അസാധാരണ മാനസിക വേദനകൾക്ക് നടുവിൽ മറ്റൊരാളോടും പങ്കുവെക്കാൻ കഴിയാതെ ഉള്ളു പൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവി രാത്രി ഒരു അസാധാരണ ബലം നിന്റെ മേൽ പകരുകയാണ്. ദൈവശക്തിയുടെ വ്യാപാരത്താൽ ഈ രാത്രി യോഗം ആശീർവാദം പറയും മുൻപ് ഒരു തീക്കട്ടയാക്കി നിന്നെ മാറ്റത്തക്ക വിധം അഗ്നിപ്രവാഹം നിന്റെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ആലിംഗനം ചെയ്യുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ പറയുന്നു, നിന്റെ മനസ്തകർച്ചയ്ക്കകത്ത് എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ബൈബിളിലെ ഏറ്റവും വലിയ വിശുദ്ധൻ അസാധാരണമായി തകർന്നവനായിരുന്നു. നിങ്ങൾക്കറിയാമോ, അനാഥോത്ത് എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ ദിവ്യ തിരഞ്ഞെടുപ്പുകൾ ചെന്നു. ഒരു ബാലകനായ ഇരമ്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വീണു. താൻ സാധാരണക്കാരനായിരുന്നില്ല,
താൻ ഒരു രാജ്യസ്നേഹിയായിരുന്നു. മനസ്സ് തകർന്ന് രാജ്യത്തിന് വേണ്ടി കരഞ്ഞവനാണ് ഈ ദൈവഭൃത്യൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വരരുത്. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് രാവും പകലും എൻ്റെ കണ്ണ് നീരുറവയും എൻ്റെ തല വെള്ളക്കുഴിയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ തൻ്റെ ശുശ്രൂഷയുടെ മേന്മയുടെ ഗുണഭോക്താക്കളിൽ നിന്നും തനിക്ക് കിട്ടിയ ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറുന്ന വിഷയങ്ങൾക്ക് നടുവിൽ ഈ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കണം. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൗത്യം തീരുകയില്ല. 4 പതിറ്റാണ്ടുകൾ ആരും അറിയാത്ത ശുശ്രൂഷ പൂർത്തീകരിച്ച് ലോക ചരിത്രം കണ്ട രാജാക്കന്മാരുടെ ഭാവി പ്രവചിച്ച് അവരുടെ ഭരണകാലഘട്ടത്തിന് കലണ്ടർ കുറിക്കാൻ എൻ്റെ ദൈവം നിന്നെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീരിൻ്റെ പുറകിൽ ആരും അറിയാത്ത കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് നടുവിൽ ഈ ശോധന എനിക്കായി അനുവദിച്ചിരിക്കുന്നു. ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ ഇന്ന് രാത്രി എൻ്റെ മേൽ വ്യാപരിച്ചേ പറ്റൂ. യിരെമ്യാവ് പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അയ്യോ, എൻ്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അപ്പൻ എന്ന നിലയിൽ കുടുംബത്തിൽ നീ നിൽക്കുന്ന സ്ഥാനം, അമ്മ എന്ന നിലയിൽ വീട്ടിൽ നീ നിൽക്കുന്ന നില, ശുശ്രൂഷകൻ എന്ന നിലയിൽ സഭയിൽ നീ നിൽക്കുന്ന അവസ്ഥ, നിന്റെ ദൈവമാക്കി വെച്ച സ്ഥലത്ത് തുടരാൻ കഴിയാതെ മനസ്സുകൊണ്ട് രാജാക്കന്മാർ വഴിവക്കുകളിൽ താൽക്കാലികമായ ചുമട്ടുകാർക്കിരിക്കാനുള്ള ഇരിപ്പിടങ്ങളായ താൽക്കാലിക വഴിശാലകൾ ഉണ്ടാക്കുന്ന പ്രത്യേക വെയിറ്റിംഗ് ഷെഡ് പോലെയുള്ള വെയിറ്റിംഗ് ഷെഡിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി എല്ലാവരെയും വിട്ട് എൻ്റെ ഹൃദയം തകർന്നെനിക്കൊന്ന് കരയാൻ കഴിയത്തക്ക വിധം എൻ്റെ ദൗത്യ മേഖലയിൽ നിന്ന് എനിക്കൊന്ന് ഓടിപ്പോയി ആശ്വസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് യിരെമ്യാവ് കരഞ്ഞെങ്കിൽ നീ അനുഭവിക്കുന്ന ശോധനയ്ക്കകത്തും അറിയാത്ത കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിന്നോട് വിളിച്ചു പറയാനാണ് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ആത്മനിയോഗം. ഇത് നിന്റെ തകർച്ചയ്ക്കല്ല, ഇത് നിന്റെ തകർച്ചയ്ക്കല്ല. ഇതിൻ്റെ പുറകിൽ ആരും അറിയാത്ത ഒരു കരം ബലത്തോടെ വ്യാപരിക്കുന്നു. എൻ്റെ ദൈവമാണ് പദ്ധതി തയ്യാറാക്കിയതെങ്കിൽ അവൻ്റെ കൈ അനുവദിക്കാതെ നിന്റെ ജീവൻ അന്തം വരില്ല. നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യപരിപാടികൾ പൂർത്തീകരിക്കാതെ നിന്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴില്ല. കാരണം വിളിച്ചവൻ ദൈവമാണെങ്കിൽ നിത്യതയുടെ പദ്ധതി നിന്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിമരണം ആത്മാവിൽ പ്രവചിച്ച വ്യക്തിയാണ് ദാവീദ്. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു പ്രമേയം വായിപ്പിക്കുന്നില്ല. തൻ്റെ കാതിൽ മുഴങ്ങിയ വാർത്ത സാധാരണ വാർത്തയല്ല. അബ്ബ് പിതാവ്, ശാലേം സമാധാനം. അബ്ശാലോം എന്താ? അപ്പന് സമാധാനം. അവൻ്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. സ്വന്തം മകൻ അപ്പനെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ തൻ്റെ വിശ്വസ്ത മന്ത്രിയായ അഹീതോഫേൽ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സാധാരണ വാർത്തയല്ല. സ്വന്തം മകൻ എതിരായി. പോട്ടെ, സാരമില്ല. പക്ഷേ തന്നോടൊപ്പം ഉണ്ടായിരുന്ന അഹീതോഫേൽ തൻ്റെ മകൻ്റെ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. സ്തോത്രം. ഈ പ്രത്യേക സമയം തൻ്റെ മകൻ മ്ലേച്ഛതയുടെ പര്യായം ചെയ്യുന്നു. നിങ്ങൾ ഓർക്കണം, എൻ്റെ അപ്പൻ്റെ കണ്ണിന് നിന്ദ്യനാകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊടുത്ത ശത്രുക്കൾ പറഞ്ഞു, അപ്പൻ്റെ ഭാര്യമാരെ അടുത്ത് പ്ലീസ് ക്ഷമിക്കണേ, വഴിയോര വെൺമാടങ്ങളിൽ ദുർമാർഗം ചെയ്യണം.
ഒരഭിഷിക്തന്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കാനുള്ളത്? തൻ്റെ തലമുറയെ സ്തോത്രം തൻ്റെ ഭാര്യമാരോട് ദുർമാർഗം ചെയ്യുമ്പോൾ അത് രഹസ്യത്തിലല്ല, തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തി നിൽക്കുന്ന ആ പട്ടപ്പകൽ ചാക്കുശീലകൾ വിരിച്ചു കെട്ടിയ വഴിയോര വെൺമാടങ്ങൾക്കകത്താണ്. അപമാനം കൊണ്ട് തല കുനിഞ്ഞതിന് ശേഷം തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് ഗതസമനയിൽ നമ്മുടെ രക്ഷകനെ പോലെ കരഞ്ഞുകൊണ്ട് കയറിപ്പോകുമ്പോൾ പാടിയ വാക്ക് കേൾക്കണോ? പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞതെന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യൻ, നാം ഒന്നിച്ചു മധുര സമ്പർക്കം ചെയ്ത് ദേവാലയത്തിലേക്ക് പോയല്ലോ. ഇന്നലെ നിനക്ക് തണലേകിയവർ നാളെ നിനക്ക് ദുരന്തമായി മാറുമ്പോഴും ആശ്രയം കർത്താവിലാണെങ്കിൽ അവസാന അധ്യായം ദൈവകരങ്ങളിലായിരിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. നിത്യതയാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ പശ്ചാത്തലത്തെ നിയന്ത്രിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിന് കഴിയും. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കൃപ ലഭിച്ച ദൈവപൈതലേ, പരിശുദ്ധാത്മാവ് നിന്റെ തലയിൽ കൈവച്ച് നിന്നോട് ഇന്ന് രാത്രി പറയുന്ന ദൂതിതാണ്. നിനക്കെതിരെ തന്ത്രം ഒരുക്കുന്നവർ എത്ര കരുത്തരാണെങ്കിലും അവൻ കഴുകുമരം ഒരുക്കിയിട്ട് അവൻ ഡേറ്റും തീരുമാനിച്ചിട്ട് അവൻ കുരുക്കും തയ്യാറാക്കിയിട്ട് വന്നാലും ഏത് കഴുത്ത് വേണം അതിനകത്ത് കയറാനെന്ന് നിന്റെ ദൈവം അനുവദിക്കാതെ സംഭവിക്കില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു, അതെന്നെ തകർക്കില്ല. നിങ്ങൾക്കറിയാമോ, സാധാരണ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന 10 അടി പൊക്കം മതി എന്നാണ് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ 50 മുഴം ഉയരം എന്നത് ഹാമാൻ തയ്യാറാക്കി വെച്ച കഴുകുമരത്തിൻ്റെ പൊക്കമാണ് എന്ന് പറഞ്ഞൊരു കൊന്നത്തെങ്ങിൻ്റെ പൊക്കം. എന്തിനാ ഇത്രയും പൊക്കത്തിൽ കഴുകുമരം? 10 മുഴം പോരാ. സമതലമാണ് ശൂശൻ പ്രതലം. സമതലത്തിൽ ഇവൻ്റെ ഡെഡ് ബോഡി തൂങ്ങിയാടുന്നത് സകലരും ഒരുപോലെ കാണണം. ഇന്ന് രാത്രി പറയട്ടെ, നീ അപമാനിക്കപ്പെടുന്നത് ലോകം മുഴുവൻ അറിയണം എന്ന് പ്ലാൻ ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും എൻ്റെ ദൈവം കാര്യങ്ങളെ തിരിക്കാൻ എഴുന്നേറ്റപ്പോൾ പദ്ധതികൾ മാറ്റിക്കുറിച്ചത് സത്യമാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അസാധാരണ കണ്ണുനീരിനിടയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഇന്ന് രാത്രി പറയുന്ന ദൂതി രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ ഏറ്റെടുത്തിട്ട് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ചിലരോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രാത്രിയാണ് ഈ രാത്രി. അഹീദോഫേലേ, നീ എത്ര പ്രബലനാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം, 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 ദൈവത്തിന് സ്തോത്രം. അബ്ശാലോമേ, നീ എത്ര സുന്ദരനാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കരം കാര്യങ്ങളുടെ മേൽ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനം ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. അബ്ശാലോം എന്ന ആ സുന്ദരൻ്റെ തലമുടി എന്ന അഭിമാന വിഷയം എൻ്റെ ദൈവം തൂക്കുകയറായിട്ട് മാറ്റി. സ്തോത്രം. അവൻ്റെ മനോഹരമായ കുതിരയെ എൻ്റെ ദൈവം ആരാച്ചാരാക്കി മാറ്റി. അവൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകത്തെ അവൻ ദൈവം കൊലമരമാക്കി മാറ്റി. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവപൈതലേ, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവസാനത്തെ അധ്യായം വരുമ്പോൾ ചിലരുടെ അഭിമാന വിഷയങ്ങൾ അവരുടെ തൂക്കുകയറായി മാറും. നീ ദൈവസന്നിധിയിൽ ആശ്രയിച്ചാൽ നിന്റെ തലമുറ വാഗ്ദത്തം ഏറ്റുവാങ്ങും. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ ദൂത് ഇതിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രാത്രി വ്യക്തമായി പറയുന്നു, നീ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ ചലിക്കാൻ തുടങ്ങുന്നു. ഇത് അധ്യായം ആരംഭിച്ചതേ ഉള്ളൂ, അധ്യായം അവസാനിക്കട്ടില്ല. ആ കരം നിനക്ക് വേണ്ടി ഇടപെട്ടാൽ അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഏത് ഭക്തൻ്റെയും ജീവിതത്തിൽ ഇത് സംഭവിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ദൈവത്തിന് സ്തോത്രം, ഏറ്റവും മാനസികമായും ശാരീരികമായും കരുത്തൻ എന്ന് പറയുന്നത് ഏലിയാവാണ്. അസാധാരണ അഭിഷേകമായിരുന്നു തൻ്റെ മേൽ വ്യാപരിച്ചത്. ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് ദൂതന്മാർ രാപ്പകൽ ആരാധിക്കുന്ന സ്വർഗത്തിൻ്റെ പ്രതലത്തിൽ മനുഷ്യ മാംസത്തിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഏലിയാവാണ്.
ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളൊന്ന് ആത്മാവിൽ കണ്ടേ. സ്തോത്രം. ഞാൻ പറയാം, ശാരീരികമായി ഇദ്ദേഹം കരുത്തനാണ്, മാനസികമായും ഇദ്ദേഹം കരുത്തനാണ്. ഇടം വലം നോക്കാതെ ഏൽപ്പിച്ച ദൂത് തൻ്റെ ഇടത്തോടെ രാജകൊട്ടാരത്തിൽ കാവൽ നായ്ക്കളെ ഭയപ്പെടാതെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് നാളെ ഞാൻ എവിടേക്ക് പോകുമെന്ന ദീർഘദൃഷ്ടിയുള്ള ഒരുത്തനും അതിന് പോവുകയില്ല. പക്ഷേ സ്തോത്രം, എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും, ബാക്കി ദൈവം കരുതിക്കോളും എന്നുള്ള ആ ദൈവഭൃത്യൻ കൊടുങ്കാറ്റ് പോലെ കയറി ചെന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ദൈവകൃപയിൽ ആശ്രയിച്ച് നീ ചുവട് വെച്ച് ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചാൽ ആഹാബിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു രഹസ്യ താവളം നിനക്ക് വേണ്ടി ഒരുക്കാനും നീ മുട്ടുമടക്കുന്ന ഇടത്തേക്ക് നിനക്കുള്ള ആഹാരത്തിൻ്റെ വക കാക്കയുടെ തലയ്ക്കകത്ത് GPS വെച്ച് കൊടുത്തുവിടാനും കഴിവുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. അസാധാരണ മനോധൈര്യം. അതുകൊണ്ടല്ലേ ആഹാബിൻ്റെ ഒക്കെ മുഖത്ത് ചൂണ്ടി നീ നിൻ്റെ പിതൃഭവനുമാ, നീ നിൻ്റെ അപ്പനുമാ എന്നൊക്കെ പറയണമെങ്കിൽ സാധാരണ മനോധൈര്യമാണോ? സ്തോത്രം. ഇനിയും കായികബലം എങ്ങനെയുണ്ട്? കായികബലം അസാധാരണമാണ്. സ്തോത്രം. ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുൻപിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദൈവപ്രവർത്തിക്കായി അവിടെ സംസാരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ തീ യാഗപീഠത്തിലേക്ക് കത്തിയിറങ്ങുമ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേരയുടെ പ്രവാചകന്മാരെയും പിടിക്കുക, ഒരുത്തനും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പടവാളൂരി ഒരു യുദ്ധവീരനായിട്ടങ്ങ് മാറി ഏലിയാവ്. മറ്റൊരു മുഖമാണിത്. സകലത്തെയും വെട്ടി നുറുക്കി. അരോഗദൃഢഗാത്രനാണെങ്കിലേ പറ്റൂ. ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടിയോടുന്ന ആഹാബിൻ്റെ രാജരഥത്തിൻ്റെ പുറകിലല്ല, അതിൻ്റെ മുൻപിൽ പായാൻ മാരത്തേണോട്ടം സമ്മാനിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശാരീരിക ബലം അസാധാരണമായിരുന്നു. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, മാനസികമായിട്ട് എങ്ങനെയുണ്ട്? കരുത്തൻ, അസാധാരണ കരുത്തൻ. ശാരീരികമായിട്ട് എങ്ങനെയുണ്ട്? നമ്മളൊക്കെ 10 പൈസ നിലത്ത് വീണാൽ കുനിഞ്ഞെടുക്കുന്ന പ്രകൃതം കണ്ടാൽ ആരോഗ്യത്തിൻ്റെ നിലയറിയാം. കൊടവയർ ഒട്ടുമില്ലായിരുന്നു എന്നുള്ളതാണ് മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് മനസ്സിലാകുന്നത്. ഞങ്ങളെപ്പോലൊന്നും ആയിരുന്നില്ല, അസാധാരണ ശാരീരിക ബലമായിരുന്നു. സ്വർഗത്തിൻ്റെ ബോർമയിൽ നിന്നുള്ളതല്ലേ കഴിക്കുന്നത്, പിന്നെ എങ്ങനെ ഈ ബലം വർദ്ധിക്കാതിരിക്കും? എന്തായാലും ഈ കരുത്തനുണ്ടല്ലോ, സ്തോത്രം, അടുത്ത ദിവസം ചൂരച്ചെടി തണലിൽ കിടന്ന് വേദനിക്കുന്നതിൻ്റെ കാരണം ഏത് മാനസിക കരുത്തനും ഏത് ശാരീരിക കരുത്തനും ഈ പോരാട്ടത്തിന് നടുവിൽ മാനസികമായി തളരും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിത്യതയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിന്റെ തല സ്വർഗത്തിന് പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക്. ഞാനിന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ നാട്ടിൽ ജാതകം എന്നൊക്കെ ഒരു ഭാഷയില്ലേ? ഇതുപോലെ ഏലിയാവിൻ്റെ ജാതകം ഇവിടെ നിന്നൊന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ കുട്ടികൾ പോലും ജാതകം പറയാം. തിസ്ബിയുടെ മലഞ്ചരിവിലെ വൃക്ഷനിബിഡമായ വനമേഖലകളിൽ എവിടെയോ രാപ്പകൽ ദൈവസന്നിധിയിൽ ദൈവശബ്ദത്തിന് കാതോർത്തിട്ട് ദൈവദൂത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ രാജകൊട്ടാരത്തിലേക്ക് വന്ന് അവൻ്റെ മുഖത്ത് ചൂണ്ടി രാജാവിനോട് ദൂതറിയിച്ചിട്ട് കെരീത്തിൻ്റെ കരയിൽ കാക്കച്ചുണ്ടിൽ നിന്നും അനുഭവിച്ച് അവിടുത്തെ ഉറവ വറ്റിക്കഴിയുമ്പോൾ സരേപ്തയിലെ വീട്ടിൽ സാധുവായ വിധവയുടെ കലത്തിലും അവളുടെ മാവിനകത്തും എണ്ണയ്ക്കകത്തും സൂപ്പർ നാച്ചുറലായി ഉറവകൾ തുറന്നു വെക്കുന്നതിന് സാക്ഷ്യം വഹിച്ച് മൃതപ്രായായി മരണത്തെ ആലിംഗനം ചെയ്ത് ശരീരത്തിൽ നിന്നും പറുദീസയിലേക്ക് പറന്നകന്നു പോയ അവളുടെ മകൻ്റെ ശരീരത്തിലേക്ക് ആത്മമണ്ഡലത്തിൽ നിന്ന് ആത്മാവിനെ മടക്കി വരുത്തി എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം കർമ്മേൽ കൊടുമുടിയിൽ ദൈവശക്തിയുടെ ആയുധമായി മാറി സ്വർഗത്തിൻ്റെ തീ ഇറക്കിയതിന് ശേഷം രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് അധികാരത്തോടെ ഒരു കൊടുങ്കാറ്റ് പോലെ പ്രവാചക ശിഷ്യനുമായി ഏലിശയുമായി അക്കരക്കരയിൽ യോർദാൻ മുറിച്ചു കയറി. തോളിലെ പുതപ്പ് കൊണ്ട് യോർദാൻ മുറിച്ചു മാറ്റി അക്കരെ കയറി. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാൻ ഭാഗ്യം കിട്ടാത്ത അസാധാരണ ഭാഗ്യമായി അഗ്നി അശ്വരഥങ്ങൾ, തീ കൊണ്ട് തീർത്ത അഗ്നി അശ്വരഥങ്ങൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഏലിശ എന്ന പ്രവാചക ശിഷ്യൻ നോക്കി നിൽക്കെ അകത്തോട്ട് കയറിയിരുന്ന് പറുദീസയിലേക്ക് പറന്ന് കയറിയിട്ട് സ്തോത്രം യേശു ഈ ലോക
ലോകത്തിൽ വരുമ്പോൾ അവനെ ധൈര്യപ്പെടുത്താൻ മറുരൂപമലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും നോക്കി നിൽക്കെ ഇറങ്ങി വന്ന് ധൈര്യപ്പെടുത്തിയിട്ട് തിരിച്ചു കയറിപ്പോയിട്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡ നടക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടിട്ട് കാലൂന്നി എഴുന്നേൽക്കുന്നത് സകല വെബ്സൈറ്റുകളിലൂടെയും ഒരുപോലെ ആളുകൾ നിരീക്ഷിച്ചുകൊണ്ട് പറുദീസയിലേക്ക് പറന്നു പോകാൻ, യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം മുൻകണ്ട നീയാണോ നാളെ പട്ടി തിന്ന് തീർക്കാൻ പോകുന്ന ഒരുത്തിയുടെ വെല്ലുവിളിക്ക് മുൻപിൽ നിലവിളിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാളെ പട്ടി തിന്ന് തീർക്കാൻ തുടങ്ങുന്നവരുടെ വെല്ലുവിളിയല്ല, നിന്നെ വിളിച്ചവന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. ആത്മാവിൽ വിളിച്ചു പറ, എന്നെ കുറിച്ച് എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഓ, രക്തത്താൽ ജയം, ആത്മാവിൽ പോരാടട്ടെ. അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന ഈ രാത്രി, ദൈവ സാന്നിധ്യം ചില വ്യക്തികളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന രാത്രി, അസാധാരണമായ മനക്കരുത്ത് ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന രാത്രി, ശുശ്രൂഷയുടെ മേൽ പുതിയ തരംഗങ്ങൾ ആരംഭിക്കുന്ന രാത്രി, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ കാണാൻ ചില കണ്ണുകൾ ഈ രാത്രി തുറക്കുന്ന രാത്രി, ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തികൾ കാണേണ്ടതിന് പരിശുദ്ധാത്മാവ് ചില കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന രാത്രി, പരിശുദ്ധാത്മാവ് രാത്രിയിലെ വ്യക്തികൾ ഇടപെടുന്നു. ഇല്ല, നിന്റെ അധ്യായം അവസാനിച്ചിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഈ തിന്മയുടെ പുറകിലൊരു നന്മ എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഈ അസാധാരണ കണ്ണുനീരിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. മാനുഷികമായി മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നീ ഇന്ന് അനുഭവിക്കുന്ന വേദനയുടെ മർമ്മമെങ്കിലും അതിൻ്റെ പുറകിൽ നിന്നെ ഒരുക്കിയെടുക്കേണ്ടതിന് ദൈവം വെച്ച കാര്യപരിപാടികൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എസ്തേറെ സഹപ്രവർത്തകരും കൂടെ പഠിച്ചവരുമെല്ലാം മാതാപിതാക്കളുമായി തുള്ളിച്ചാടുമ്പം നീ മാത്രം അനാഥയായി പോയല്ലോ. ആൺകുട്ടികൾ അനാഥരായാൽ സാരമില്ല, എന്നാൽ പെൺകുട്ടികൾ അനാഥമായാൽ വേദനാജനകമല്ലേ? ഓർക്കുക, നിന്റെ അനാഥത്വത്തിൻ്റെ പുറകിലൊരു കരം ചലിക്കുന്നു. നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവൻ്റെ പരിചരണയിലെത്തിയെങ്കിലേ അഹശ്വേരോശിൻ്റെ ഭാര്യയാകൂ. അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാൻ്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ശോധനയുടെ അർത്ഥം ഈ തലത്തിൽ നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു ദിവസം നിത്യതയുടെ തങ്കത്തളത്തിൽ നീ എത്തുമ്പോൾ മനസ്സിലാകും, ഇതിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുകയായിരുന്നുവെന്ന്. ഗ്ലോറി, ദൈവത്തിന് മഹത്വം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആരോടൊക്കെയോ വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന രാത്രിയാണ് ഈ രാത്രി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന് സ്തോത്രം, മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചവരെ വിളിച്ചിരിക്കുന്നു, വിളിച്ചവരെ നീതീകരിച്ചിരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. എൻ്റെ ദൈവം എപ്പോഴും സംസാരിക്കുന്നത് നിത്യവർത്തമാന കാലത്തിലാണ്. മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം, ഇത് വ്യത്യസ്ത കാലങ്ങളിൽ സംഭവിക്കാനുള്ളതാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം തൃക്കരങ്ങളിൽ ഒരുപോലിരിക്കുന്നതിനാൽ അവൻ നിത്യവർത്തമാന കാലത്തിൽ അത് വ്യക്തമാക്കുകയാണ്. സർവശക്തന്റെ കൺമുൻപിൽ നിന്റെ മുന്നറിവ് മുതൽ തേജസ്കരണം വരെ കൺമുൻപിലിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ. വിഷയത്തിൻ്റെ ആഴം മനസ്സിലാക്കി എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും എനിക്ക് നൽകാതിരിക്കുമോ? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നിന്നെ ചൂണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അസാധാരണമായ അഭിഷേകം നിന്റെ മേൽ പകരപ്പെടുന്നതിനാൽ ദൈവാത്മാവിന്റെ ബലത്തിൽ ഇന്ന് രാത്രി നീ കുതിച്ചെഴുന്നേറ്റ് പറയണം, ആർക്കുമില്ലാത്ത ഒരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചുണ്ട്. അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല.
ഗ്ലോറി, ഹല്ലേലൂയ. രണ്ട് കൈകളും കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിന് സ്തോത്രം. ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി യേശുവേ എന്ന് പറഞ്ഞേ. ഈ രാത്രി മടിക്കണ്ട. ഈ രാത്രി നീ ഇവിടെ വന്നതല്ല, നിന്നെ സ്വർഗം ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. പരിശുദ്ധാത്മാവാണ് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി അസാധാരണമായ ദൈവനിയോഗമാണ് നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. നിന്റെ തിരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമല്ലെന്നും നിന്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമാകുകയില്ലെന്നും നിന്റെ അഭിഷേകം ഇടയിൽ വെച്ച് വഴിമുറിഞ്ഞു പോകുമെന്നും നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തകരുമെന്നും നിന്നെ ചെവിയിൽ മന്ത്രിച്ച് നിരാശപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന വാക്യം ഉദ്ധരിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എങ്കിൽ എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു അനാദി നിർണയമുണ്ട്. ആ ബോധ്യമുള്ള ദൈവമക്കൾ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്ന് വിളിച്ചു പറയണം. ശബ്ദമുയരട്ടെ. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ദൈവത്തിൻ്റെ അനാദി നിർണയമുണ്ട്. ഗ്ലോറി. രക്തത്താൽ ജയം. ആ കരമുയർത്തിയവർ ദൈവത്തിൽ 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എല്ലാ സഹോദരങ്ങളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. പരിശുദ്ധാത്മാവിന്ന് രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നത് യാഥാർത്ഥ്യമാണ്. ഇല്ല, നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം ഏത് കൊടിയ ശോധനയ്ക്കകത്തും തകരുകയില്ല. നിന്റെ ജീവിതത്തിലെ അനാഥത്വം കൊണ്ട് അത് തകരുകയില്ല. നിന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിത മരണം കൊണ്ട് അത് തകരുകയില്ല. ആ വാഗ്ദത്തം നിവർത്തിക്കാൻ ആ കരം നിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുകയാണ്. വ്യക്തിപരമായി ദൈവാത്മാവ് ഇടപെടുന്ന രാത്രിയാണ് ഈ രാത്രി. ആ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന അനാഥത്വവും ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളും കാണുമ്പോൾ ഇതോടെ നിന്റെ കുടുംബം തകർന്നു എന്ന് മറ്റുള്ളവർ നിന്റെ കുടുംബത്തെ വിധി എഴുതി പറയുന്നു. എന്നാൽ വിളിച്ചവൻ ദൈവമാണെങ്കിൽ ഇത് തകരത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. മംഗളോൻ, കില്യോൻ, എലിമലേക്ക് 3 ഡെഡ് ബോഡികൾ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞു അധ്യായം അവസാനിച്ചു, ആ കുടുംബം കെട്ടോടെ തീർന്നു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, അമ്മയ്ക്ക് ഏറ്റവും കരുതൽ ഭർത്താവാണ്. എന്നാൽ ഭർത്താവ് മരിച്ചാലും ആൺമക്കൾ ഉണ്ടെങ്കിൽ അവൾ സഹിച്ചു നിൽക്കും. ആ ഭർത്താവ് മരിക്കുമ്പോൾ വൈധവ്യമാണ്. അതെ, മക്കൾ മരിച്ചാൽ അനാഥത്വമാണ്. അനാഥത്വം തന്നെ ഉള്ളെങ്കിലും ദൈവത്തിന് സ്തോത്രം, മക്കളുടെ ജീവിതത്തിൽ അവർ ആരോഗ്യത്തോടെ ഇല്ലെങ്കിലും ഒരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, വൈധവ്യം ഇല്ലെങ്കിൽ അവൾ പിടിച്ചു നിൽക്കും. വൈധവ്യം ഉണ്ടെങ്കിലും മക്കൾ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കും. എന്നാൽ മക്കളുമില്ല, ഭർത്താവും ഇല്ലെന്ന് വന്നാൽ ഒരു കുടുംബത്തിലെ ഒരു അമ്മയുടെ അവസ്ഥ എന്താ? അവൾ പറഞ്ഞു, മാറാ എന്ന് എന്നെ വിളിക്കൂ. ഇന്ന് രാത്രി പറയട്ടെ, നീ തകരില്ല നവോമി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീണിട്ടുള്ളത് കൊണ്ട് നാളെയുടെ നീളങ്ങളിൽ ദാവീദിന്റെ വല്യപ്പച്ചനെ മടിയിൽ കിടത്തി ഓമനിക്കത്തക്ക വിധം അധ്യായത്തെ മാറ്റാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിലെന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 5 സ്ഥിരമായ ദൈവനിർണയങ്ങൾ നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറഞ്ഞിരിക്കെ ഒരു പാതാള ശക്തികൾക്കും തകർക്കാൻ കഴിയാത്ത തിരഞ്ഞെടുപ്പാണ് നിന്റെ മേൽ വീണിരിക്കുന്നതെങ്കിൽ അസാധാരണ മനത്തകർച്ചയ്ക്ക് പുറകിലും ആ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രാത്രിയാ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന ഒരു പുതിയ അധ്യായം വെട്ടിത്തുറക്കുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. പാതാള ശക്തികൾക്കെതിരെ പോരാട്ടം നടക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ, ഇവിടെയുള്ള ദൈവമക്കളെയും അസാധാരണ നിയോഗത്തോടെ ദൈവം ഉപയോഗിക്കുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഈ രാത്രി ആ വാക്ക് ഉറപ്പിച്ചു പറയുക. അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്തോത്രം. ജഡ്ജി എനിക്ക് അനുകൂലമെങ്കിൽ എനിക്കെതിരാര്? കോടതി എനിക്ക് അനുകൂലമെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നീ തരുന്ന ശോധന വേദനകൾ
നന്മയെന്ന് ഏറെ നാൾ കഴിഞ്ഞിടുമ്പോൾ നാഥ ഞാൻ അറിഞ്ഞിടുമേ. ഇന്ന് നിനക്കിത് മനസ്സിലാകില്ല കൂടപ്പിറപ്പേ. ഏറെ നാൾ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ഇതിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന്. ഈ രാത്രിയ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഈ പുൽപ്പിറ്റിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹബ്ദൽ ഘടകന ദിഗജകൾ ഘടകന ഉദരാധികനയാരകാനകാരക ധീരാദൽ ഘടകന ഉദരാധികനയാരകാനക. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ അസാധാരണമായ മാനസിക തകർച്ച അനുഭവിച്ചുകൊണ്ട് ദൈവവാഗ്ദത്വത്തിൻ്റെ മുൻപിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഈ ഗ്രൗണ്ടിൽ വിശേഷ അഭിഷേകം വ്യാപരിക്കട്ടെ. അടിസ്ഥാനപരമായി അടയാളത്തോടു കൂടിയ ചില ദൈവപ്രവർത്തികൾ ഈ ആഴ്ച തന്നെ ഈ കരങ്ങൾക്കായി സംഭവിക്കട്ടെ. കരങ്ങൾ അവരെ പ്രാർത്ഥിച്ച് കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.